ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അടിപൊളി നമ്മൾ ദുബായിൽ ഇപ്പോൾ ബിലബനിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലേസി കേക്ക് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. കൂടിപ്പോയാലൊരു 5-10 മിനിറ്റ് അത്രയും ടൈം മാത്രമുള്ളൂ ഇതിന്. അത്ര എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയും, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ടി. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്ക് വാങ്ങിയിട്ട് നമുക്ക് തയ്യാറാക്കാം. അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ട്രയൽ ആദ്യം നിർത്തി കൊടുക്കുകയാണ് വേണ്ടിയത്. ഇപ്പോൾ നമുക്ക് ടീ കേക്കായിട്ട് വാനിലിൻ്റെതും ഡേറ്റ്സിൻ്റെതും കാരക്കൻ്റെയൊക്കെ കിട്ടില്ലേ, അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും കിട്ടും. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരാം അല്ലെങ്കിൽ പെട്ടെന്നൊരു സൽക്കാരത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ, ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ചോക്ലേറ്റ് കേക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് മിൽക്കാണ്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഒരു കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ ഷുഗറും ഒന്ന് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് മിൽക്ക് റെഡിമെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാനിതൊന്ന് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചോക്ലേറ്റ് മിൽക്ക് നല്ലോണം ഇതിലേക്ക് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ശേഷം നമുക്കിത് മൊത്തത്തിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചോക്ലേറ്റ് മിൽക്ക് ഇതിലേക്കൊന്ന് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ ഇതിന് ഒരു സാഷ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. വിപ്പിംഗ് പൗഡറാണ് കേട്ടോ ഇത്. നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതുപോലെ 350 ഗ്രാമിൻ്റെ ക്രീം ചീസ് ഹാഫ് ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുള്ളത്. ക്രീം ചീസ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ക്രീം ചീസും കൂടി വന്നു കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹാഫ് പോർഷന് മാത്രം ക്രീം ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വിപ്പിംഗ് പൗഡറിൻ്റെ ഒരു സാഷ ഒരു പാക്കാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വിപ്പിംഗ് പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയം വരെ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്നോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 100 ഗ്രാം മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ്. അതിൽ നിന്ന് ഞാൻ പകുതി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മധുരം ആവശ്യമുള്ളത്, മൊത്തത്തിൽ നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്യുക പറയുമ്പോൾ ഭയങ്കര ഫ്ലഫി ആയിട്ട് അങ്ങനെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഈ ക്രീം ചീസും വിപ്പിംഗ് പൗഡറും എല്ലാം കൂടി മൊത്തത്തിൽ ഒന്നൊരു ക്രീമി രീതിയിലായി കിട്ടുന്ന അത്ര മാത്രം വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ വിപ്പിംഗ് പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് കേട്ടോ. അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുത്തോളി. ഇനി അത് കയ്യിലില്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്രീമിന്. ഇത് നമ്മൾ ഈ കേക്കിൻ്റെ സെക്കൻഡ് ലെയറായിട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റായി മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഞാനിതൊന്ന് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ശേഷം ഞാനിത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 പീസായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു ട്രേയിലേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കുഞ്ഞ് ചെറിയ പുഡിംഗ് ട്രേയിലൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇത് അത്യാവശ്യം വലിയൊരു ഡെസേർട്ട് ട്രേ ആയതുകൊണ്ടാണ് ഞാനിപ്പം മൊത്തത്തിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ്. അതൊന്നെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. നമ്മളുടെ ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതി. അതെല്ലാം ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് എയർ ഫ്രയറിലാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ എയർ ഫ്രയറിൽ വെക്കാൻ നേരത്ത് ആ ബൗൾ അതിലേക്ക് കയറാത്തതുകൊണ്ട് ഞാൻ ബൗളൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ലോണം ഇതൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേർഡ് ലെയറായിട്ട് ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പണിയോ കാര്യങ്ങളൊന്നും ആയിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട, കാരണം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് റെഡിമെയ്ഡായിട്ട് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും മിൽക്ക് മെയ്ഡും കൂടി അടിച്ചിട്ട് അതൊന്ന് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഗനാശ മുകളിൽ കൊടുക്കുക. അത്ര മാത്രമുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇനിയിപ്പോൾ ഞാനിതിൽ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ചോക്കോസാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ ഒരു ഷേപ്പിലുള്ള ചോക്കോസാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളെ കയ്യിൽ ബോൾസ് ഉണ്ടെങ്കിൽ ബോൾസ് ടൈപ്പായിട്ടോ അങ്ങനെ ഏതാ ചോക്കോസ് ഉള്ളത്, ചോക്ലേറ്റിൻ്റെ ചോക്കോസ് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ചോക്കോസ് ഇതിൽ ഞാൻ ബാക്കിയുള്ള ഈ ഗനാശയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ഒന്ന് ബൂസ്റ്റ് പൊടി വിതറി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ വിതറി കൊടുക്കാം. പക്ഷേ കൊക്കോ പൗഡർ വിതറുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ഒരു കയ്പ്പ് രസം വരുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വല്ലാണ്ടൊന്ന് ഒട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബൂസ്റ്റ് പൊടിയോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ദുബായിൽ ബി11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അധികം ഡെസേർട്ട് ഐറ്റംസ് ആണ്. ഇപ്പോൾ ഫൈനലായിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു എന്താണ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണിത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് എന്നോ പറയാം, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് എന്നും പറയാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടി ലാസ്റ്റ് മുകളിൽ ടോപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിപ്പോൾ നമുക്ക് നല്ലോണം ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ചൊന്ന് മുകളിൽ ഒന്ന് ബൂസ്റ്റിൻ്റെ പൗഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതെന്നുള്ളൂ അതിലേക്ക്. ഇനിയിപ്പോൾ ഞാനിത് നല്ലോണം ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂറൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. ശേഷം അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഒന്ന് വീട്ടിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഭയങ്കര ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല ഒരു നല്ലൊരു ഡെസേർട്ടെന്നോ അല്ലെങ്കിൽ കേക്കെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയും അതിന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി, ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയില്ല കേട്ടോ. അപ്പോൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടി. പിന്നെ ഇൻഷാല്ലാ പുതിയ വീഡിയോകളായിട്ട് കാണാം. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ഡെസേർട്ട് കഴിക്കുന്ന ഈ സമയത്ത് ആ ചോക്കോസും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ. ആ ചോക്കോസും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ ആ പ്ലെയിന് കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആ ചോക്കോസും കൂടി കൂട്ടി കഴിക്കുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.